ഒരു ഗ്രാമത്തിൽ ഒരു വിറക് വ്യാപാരി ഉണ്ടായിരുന്നു. അയാളുടെ കീഴിൽ കഠിനാധ്വാനിയായ ഒരു മരം വെട്ടുകാരനും. അയാൾ എന്നും വിശ്രമം പോലും എടുക്കാതെ മരം വെട്ടും. എന്നാൽ ദിവസം ചെല്ലുന്തോറും അയാൾ വെട്ടുന്ന മരത്തിൻ്റെ അളവ് കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന കൂലിയിലും കുറവ് വന്നു. അപ്പോൾ ഒരു ദിവസം ചെന്നിട്ട് ഇയാൾ ആ വ്യാപാരിയോട് ചോദിച്ചു, ഞാൻ എന്നത്തെയും പോലെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ എൻ്റെ കൂലിയിൽ കുറവ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ നീ വെട്ടുന്ന മരത്തിൻ്റെ അളവ് കുറവാണ്. നീ കൂടുതൽ വെട്ട്, അപ്പോൾ നിനക്ക് കൂടുതൽ കൂലി തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ പഴയ മരം വെട്ടുകാരൻ്റെ കൂടെ പുതിയതായിട്ട് വേറൊരാളും കൂടെ മരം വെട്ടാനെത്തി. അങ്ങനെ അന്ന് അവർ മരം വെട്ടിക്കഴിഞ്ഞപ്പം ഈ പുതിയതായിട്ട് വന്ന ആൾക്ക് കൂലി കൂടുതൽ കൊടുത്തു. ഇയാൾക്ക് പഴയതുപോലെ തന്നെ കൂലി കുറവ്. അപ്പോൾ ഇയാൾ വീണ്ടും ചിന്തിച്ചു, ഇവൻ ഇന്ന് വന്നിട്ട് ഇവന് കൂടുതൽ കൂലിയോ എന്നും പറഞ്ഞ് അയാൾ വീണ്ടും ചെന്നിട്ട് ഈ വ്യാപാരിയോട് പറഞ്ഞു, അവനിന്ന് വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അവനാണല്ലോ കൂടുതൽ കൂലി കൊടുത്തേ. അപ്പം ഇയാൾ പറഞ്ഞു, നീ നോക്ക്, അവൻ നിന്നെക്കാട്ടിലും മരം വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവന് കൂടുതൽ കൂലി കൊടുത്തു. നീ കൂടുതൽ വെട്ട്, അപ്പം നിനക്ക് ഞാൻ കൂടുതൽ കൂലി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വീണ്ടും ചെന്നിട്ട് പിറ്റേ ദിവസം ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ അയാളിങ്ങനെ വീണ്ടും ചെന്ന് പറഞ്ഞപ്പം ആ വ്യാപാരി പറഞ്ഞു, നീ അവനോട് തന്നെ ചെന്ന് ചോദിക്ക് എന്താ കാര്യം എന്ന്. അങ്ങനെ അയാൾ ആ പുതിയതായിട്ട് വന്ന മരം വെട്ടുകാരനോട് പോയി ചോദിച്ചു, ഞാൻ നിന്നെപ്പോലെ വെറുതെ ഇരിക്കുന്നില്ല, വിശ്രമമില്ലാതെ മരം വെട്ടുന്നുണ്ട്, എന്നിട്ടെന്താ എനിക്ക് നിൻ്റെ അത്രയും മരം വെട്ടാൻ പറ്റാത്തത്? അപ്പോൾ ആ പുതിയ മരം വെട്ടുകാരൻ പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞാൻ എൻ്റെ വിശ്രമവേളകളിലും ഞാൻ മഴുവിൻ്റെ മൂർച്ച കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ മരം വെട്ടാനും കഴിയുന്നത്. നീ എന്നാണ് അവസാനമായി നിൻ്റെ മഴുവിന് മൂർച്ച കൂട്ടിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മേടിച്ചതിൽ പിന്നെ ഇതുവരെ മൂർച്ച കൂട്ടിയിട്ടില്ല. കൂട്ടുകാരെ, ഈ മരം വെട്ടുകാരനെ പോലെയാണ് പലരുടെയും ജീവിതം. നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലമൊന്നും അതിൽ നിന്ന് നേടിയെടുക്കാൻ പലർക്കും സാധിക്കാത്തത് ലക്ഷ്യബോധവും ശ്രദ്ധയും ഇല്ലാത്തത് കൊണ്ടാണ്. ഉയർച്ചയ്ക്ക് വേണ്ടി പഠിക്കാനും വളരാനും തയ്യാറല്ലാത്തത് കൊണ്ടാണ്. വ്യക്തമായ ലക്ഷ്യമില്ലാതെ ഇതുപോലെയുള്ള ഓരോ അവസ്ഥയിലൂടെ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ കഴിവ് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെയും മഴുവിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഗുഡ് നൈറ്റ് ഗൈസ്.